ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഞാൻ ഇന്നലെ കുറേ നാളായല്ലോ നമ്മൾ റീഡിങ് ഇട്ടിട്ട്. ഞാൻ ഒരുപാട് തിരക്കിൽ ആയിരുന്നു. തിരക്കുകളെന്ന് പറഞ്ഞാൽ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞ കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഒക്കെ ഒരു ടൈം വേണമായിരുന്നു. അത് തന്നെയല്ല, പിന്നെ യാത്രകളുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഞാൻ ഒരു 10, 15, 16, 20 ദിവസത്തിനടുത്തായി. സോ അത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും നിവൃത്തിയില്ലല്ലോ. അപ്പം നമുക്ക് ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടിരുന്നു സത്യത്തിൽ. പക്ഷേ അത് അപ്ലോഡായില്ല. അപ്പോഴത്തേക്ക് കറണ്ട് പോയത് കാരണം വൈഫൈ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പം അപ്ലോഡ് ഫെയിൽഡ് എന്ന് കാണിച്ചു. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊരെണ്ണം ഇടണം എന്ന് കരുതിയിട്ടാണ് നമ്മളിതെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും കറൻറ്റ് എനർജിയാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് നോക്കുന്നുണ്ട് നമ്മൾ. പാസ്റ്റ് എന്താണ് സംഭവിച്ചത്, ആ പാസ്റ്റ് സംഭവിച്ചതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഒരവസ്ഥ എന്തായിരുന്നു എന്നും, എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താണ്, ഈ കറൻറ്റ് ഒരു പിന്നെ എനർജി എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞങ്ങൾക്കറിയാം എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല, കാരണം ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. സോ അത് പിന്നെ മാത്രമല്ല കേട്ടോ, അത് ഒരു കാര്യം പറയുമ്പോൾ ഞാനിവിടെ പേഴ്സണൽ റീഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാം. പിന്നെ പേയ്മെൻ്റ് ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ. നമുക്കവിടെ സംസാരിക്കാം. പിന്നെ നമ്മളുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ അത് ചെയ്ത് കാണണം. നമുക്ക് ഇത്രയൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളുടെ വ്യക്തി എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന എനർജി എന്തായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ പാസ്റ്റിലെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ 3 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പിന്നെ തേർഡ് പാർട്ടിയുടെ ഒരു ശക്തമായ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 3 ഓഫ് സ്വോർഡ്സ്. അവിടെ നിങ്ങളെ മിസ് ചെയ്തിരുന്നു എങ്കിൽ പോലും തേർഡ് പാർട്ടിയുടെ സ്വാധീനം ശക്തമായിരുന്നത് കൊണ്ട് തന്നെ അവിടെ പല വിഷയങ്ങളുണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാർഡ് നൈറ്റ് ഓഫ് വാൻസ് ആണ്. അതായത് ഒരു ഫ്ലഡി ആയിട്ടുള്ള ഒരു വ്യക്തി ഈ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പല പല വിഷമങ്ങൾ ആ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മാത്രമല്ല, സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിനാൻസ് കാര്യങ്ങളെല്ലാം കൈക്കുള്ളിലാക്കിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് സർവ്വതും തന്നിലേക്ക് ആകർഷിച്ചെടുക്കുക, പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റേതാക്കി ഞാൻ നെഞ്ചോട് അടുക്കി പിടിച്ചു വയ്ക്കുക, ഒന്നും വിട്ടുകൊടുക്കില്ല. ഫ്ലട്ടി ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സർവ്വതും അവരുടെ കൈക്കുള്ളിലേക്ക് അത് ആവാഹിച്ചെടുത്തു എന്നാണ്. നിങ്ങളുടെ വ്യക്തി, അതായത് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു നല്ല റിലേഷൻ അല്ല എന്നാണ്. അപ്പോൾ പല പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിലാണെങ്കിലും ശരി, ആഗ്രഹിച്ചതെല്ലാം നടത്തിയെടുക്കാൻ കഴിവുള്ള ആളായിരുന്നു തേർഡ് പാർട്ടി. സർവ്വതും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അപഹരിച്ചെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അപഹരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുത്തത് തന്നെ ആയിരിക്കാം, പക്ഷേ ആ കൊടുക്കൽ വാങ്ങലിൻ്റെ ആ ഒരു സാമാന്യ മര്യാദയൊന്നും അല്ല ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി കുറച്ച് വളരെയധികം മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് 8 ഓഫ് കപ്സ് ആണ്. എന്നാൽ നിങ്ങൾ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പിന്നെ ഒരു മനസ്സിൽ ഈ ഒരു സംഭവത്തോടുകൂടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ തള്ളിക്കളഞ്ഞതായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് റെസനേറ്റായി എന്ന് എനിക്കറിയില്ല. ഇവിടെ കിട്ടിയ എനർജീസാണ് ഞാൻ പറയുന്നത്. കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അവിടെ നിങ്ങൾ വളരെയധികം, അതായത് ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമ്മളല്ലാതെയാക്കും. എങ്ങനെയാക്കും? നമ്മളല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ വന്നത്.
കാരണം നിങ്ങൾ എല്ലാം വിശ്വസിച്ചും സ്നേഹിച്ചും വളരെ ബോണ്ടഡായിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആ ബന്ധത്തിൽ പെട്ടെന്നൊരു വിള്ളൽ വന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു പൊസിഷനിലേക്ക് വരികയും അവിടെ നിങ്ങൾ ആത്മബലം നേടിയെടുക്കുകയും നിങ്ങളവിടെ നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്, നിങ്ങളെ വേട്ടയാടിയിരുന്നു, നിങ്ങൾ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഒക്കെയാണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായി നിങ്ങൾ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇവിടെ എന്തെല്ലാം തന്നെ വന്നാലും, എന്ത് വിഷയങ്ങൾ വന്നാലും ആത്മാഭിമാനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു എനർജി അതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ പിന്നെ ഇനിയിപ്പോൾ ബിസിനസ് ആണെങ്കിലും, നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും ശരി, അത് 100% നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് കാണിക്കുന്നു. വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ, വളരെ നല്ല കാര്യമാണത്. അത് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. എന്താണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്? നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട്, അതായത് നിങ്ങൾ വളരെ നർച്ചറിങ് ആയിട്ടുള്ള, വളരെ പിന്നെ ഭൂമിയോളം ക്ഷമിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മദർ ഫിഗറായിട്ട് തന്നെ ഇവിടെ ഹി ഓർ ഷീ നിങ്ങൾ ആരായിരുന്നാലും അവിടെ ഒരു മദർ ഫിഗറായി നിങ്ങൾ ജീവിച്ചു. അത് നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികളുടെ അടുത്താണെങ്കിലും, മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്താണെങ്കിലും ശരി, വന്നതെല്ലാം വന്നു, പോകുന്നതൊക്കെ പോയിക്കോട്ടെ, എൻ്റെ ലൈഫ് ഞാൻ അതിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവരും എന്നുള്ള അർത്ഥവത്തായ ഒരു വാക്യത്തിനെ നിങ്ങൾ വളരെയധികം നിങ്ങൾ മുഖവിലേക്കെടുത്തു എന്നാണ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ കരിയറിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്ത് അതിനെ വളർത്തി വലുതാക്കി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അബണ്ടൻസും നേടിയെടുത്ത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട്, വളരെ സ്നേഹം ഉള്ള, കരുണയുള്ള ഒരു വ്യക്തിയാണ് എങ്കിലും അവിടെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ വളരെ ബോൾഡായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഹി ഓർ ഷീ അതാരായാലും ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയുടെ കാർഡാണ്. ഈ കാർഡ് നിങ്ങൾ എനിക്ക് കിട്ടി എങ്കിൽ നിങ്ങളെന്ന വ്യക്തി ഇതിൽ കൂടുതൽ ഇനി എനിക്കൊന്ന് പറയാൻ ഇല്ല എന്നാണ്. അപ്പം നമ്മളുടെ സെൽഫ് ലവ് ചെയ്തിട്ടാണെങ്കിലും ശരി, എന്ത് മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും ശരി, അതിനെയൊക്കെ എടുത്ത് മറിച്ച് ദൂരെ കളഞ്ഞിട്ട് നിങ്ങളുടെ പാതയിലേക്ക് വെട്ടിത്തെളിച്ചു പോയി എന്നാണ്. ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് ആണ്. സർവ്വതും നിങ്ങൾ നേടിയെടുത്തു എന്നാണ്. ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നെ തോൽപ്പിച്ച് മുൻപോട്ട് പോയി എങ്കിലും ഞാൻ എന്ന വ്യക്തി ഇങ്ങനെയാണ്, അതായത് സർവ്വതും നേടിയെടുത്തിരിക്കുന്നു എന്നാണ്. ഇവിടെ ആത്മാഭിമാനം കൊണ്ടും ഹർഷപുളകിതയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഹർഷപുളകിതനാണ് എന്ന് പറയാം. കാരണം പോയവർ വയ്ക്കോട്ടെ, അവരുടെ സുഖം അതാണെങ്കിൽ അവരത് ചെയ്തോട്ടെ, അതും ഒരു കണക്കിൽ നല്ലത് തന്നെയാണ് അല്ലേ. അങ്ങനെ ഒരാൾ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് നമ്മൾ കരഞ്ഞും പദം പറഞ്ഞും വിഷമിച്ചും കേസ് കൊടുത്തും അങ്ങനെയൊക്കെ ഉണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ലൈഫിൽ. അങ്ങനെയൊന്നുമല്ല ഇവിടെ ഉണ്ടായത്. നിങ്ങളത് കഴിഞ്ഞു, നിങ്ങളുടെ കാര്യത്തിലേക്ക് പോയി, നിങ്ങളുടെ കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ജീവിച്ചു. ഇവിടെ നിങ്ങളുടെ ബന്ധം എന്തായാലും സിംഗിളായാലും ശരി, അതുപോലെ തന്നെ നിങ്ങളുടെ മാരീഡ് ലൈഫാണെങ്കിലും, ഇനി അതല്ല മറ്റെന്തെങ്കിലും ബന്ധമാണെങ്കിലും, ഏത് ബന്ധമാണെങ്കിലും അങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ് നമ്മളിനി നോക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങൾ ഈ രീതിയിലാണ് പോയതെങ്കിൽ നിങ്ങളുടെ വ്യക്തി നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയിലിരിക്കുന്നു. വളരെയധികം മാനസിക പിരിമുഖങ്ങളോടുകൂടി നിങ്ങളെ തന്നെ നനച്ചുകൊണ്ടിരിക്കുന്നു. അത് സംഭവിച്ചു പോയതാണ്, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ ഒരു തെറ്റിൻ്റെ ആ ഒരു ബലിയാട് എന്ന രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. മിസ്സിങ് ആണ് ഇവിടെ, വളരെ മിസ്സിങ് എനർജിയാണ്. കാരണം വെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജീവിതത്തെക്കുറിച്ച് ഇയാൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിയുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് എനിക്ക് സംഭവിച്ചു പോയ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന മാണിക്യത്തെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് കുപ്പയിൽ കിടക്കുന്ന വേറെ എന്തിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ
നമ്മൾ ചില സമയത്ത് ഈ രീതിയിലുള്ള ചില വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ്. എന്നാൽ 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ കഠിനാധ്വാനം ചെയ്ത് എല്ലാം നേടിയെടുത്തിരിക്കുന്നു ഈ വ്യക്തി. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു ജീവിതത്തിൻ്റെ ലെസൺസ് അയാൾ പഠിച്ചിരിക്കുന്നു, അല്ലെ അവർ പഠിച്ചിരിക്കുന്നു. അത് ഹി ഓർ ഷീ ആരായാലും അത് പഠിച്ചിരിക്കുന്നു. അവരിപ്പോൾ വളരെ ബോൾഡാണ്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ജീവിതത്തിലെ പല പാഠങ്ങളും പഠിച്ചിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇവിടെയില്ല. കാരണം ജീവിതത്തിൽ വന്നുപോയി. ചില സമയങ്ങളിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് ചില വിഷമങ്ങൾ വരും. ആ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ അത് പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ബാലൻസ് ആണെന്ന് പറയാം. പിന്നെ കാർമിക് ആണെന്ന് പറയാം. കാർമിക് സൈക്കിൾ എൻ്റെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ കുറേ ലെസൺസ് പഠിക്കാനുണ്ടെന്ന് പറയാം. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഒരു കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വളരെ മോശക്കാരനാണ്, അല്ലെ മോശക്കാരിയാണ് എന്ന് പറയാനും നമുക്ക് ആവില്ല. കാരണം അത് മാത്രമല്ല, കാരണം ഇതൊക്കെ ഓരോ ലെസൺസ് നമ്മളെ പഠിപ്പിക്കാൻ കൂടി ഈ ഡിവൈൻ്റെ ഒരു പദ്ധതി കൂടിയാണെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ടെമ്പറൻസ്, വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു നിങ്ങളെ എന്നാണ്. വളരെ ക്ഷമയോടുകൂടിയാണ്. കറുത്ത ഒരു ഇരുണ്ട വശമുണ്ടായിരുന്നു ജീവിതത്തിൽ. അത് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വളരെ പ്രകാശപൂരിതമായ ആ ഒരു ചിന്ത ജീവിതം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയതിനെ ഓർത്ത് വേദനിച്ചുകൊണ്ട്, എന്നാൽ വളരെ ക്ഷമയോടുകൂടി ബാലൻസ് ചെയ്ത് നിങ്ങളെയും പ്രതീക്ഷിച്ച് നിങ്ങളെ നോക്കി കണ്ണും നട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി എങ്ങനെയാണ് ഇത് പിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമോ? കാരണം ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്വപ്നം കാണുന്നത് നിങ്ങളുടെ വ്യക്തി. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചിന്ത. ഏത് സമയവും എൻ്റെ ഫാമിലി നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ആലോചിക്കുന്നത്. അത് വളരെ സത്യസന്ധമായ കാര്യം കൂടിയാണ്. നമ്മൾ ഈ ക്രോക്കഡായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ പോയതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, എന്നിട്ട് അതിനെ നിലനിർത്തണം, ഇതിനെ നിലനിർത്തണം. അങ്ങനെയല്ല. മറ്റേ ബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ടെറിഞ്ഞു പോയിരിക്കുന്നു ആ വ്യക്തി എന്നുള്ളതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല വിട്ടെറിഞ്ഞു പോയിരിക്കുന്നത്. കാരണം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ ലെസൺസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കാർമിക് സൈക്കിൾ എൻ്റെ ആയിരിക്കുന്നു. ഇവിടെ ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കിവിടെ ഞാനൊരു ഏഞ്ചൽ മെസ്സേജസും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ഏഞ്ചലിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഗെറ്റ് മോർ ഇൻഫർമേഷൻ, നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇതിനെ കിട്ടും എന്നാണ്. കാരണം ഇതങ്ങനെ എൻഡായി പോകുന്ന ഒരു ബന്ധമല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അതാണ് നോ എന്ന് പറയുന്നത്. എൻഡായി പോവില്ല എന്നാണ്. ഈ ബന്ധം എൻഡായി പോവില്ല. കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനയിലൂടെ തന്നെയാണ് നിങ്ങളും വന്നിരിക്കുന്നത്. ഈ എല്ലാ വിഷമങ്ങളെയും അതിജീവിച്ച് നിങ്ങൾ ജീവിതത്തിൻ്റെ ആ ഒരു സുവർണ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചു പോയിരിക്കുന്ന ചില അരുതായികകൾ, തെറ്റുകൾ, ആ തെറ്റുകളെന്ന് പറഞ്ഞാൽ അതാണ് കാലം കൊടുക്കുന്ന ചില പാഠങ്ങളാണ്. ആ പാഠങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവൂ എന്നാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആളല്ല. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു ലൈഫ് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് നമ്മളോട്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ അത് സംഭവിച്ചിരിക്കും. ആ സംഭവിക്കുന്നത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു എങ്കിലും നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. നമ്മളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ ഒരു അധ്യായം അവസാനിച്ചു. പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്നും നിങ്ങളുടെ ജീവിതം നിങ്ങൾ വളരെ നല്ല മനോഹരമായി തന്നെ ജീവിച്ചു തീർക്കും എന്നും ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുക. കാരണം നല്ലതാണ്, എല്ലാം നല്ലതിനാണ് എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട് ഗീതയിൽ. സംഭവിക്കുന്നതെല്ലാം സംഭവാമി യുഗേ യുഗേ എന്ന് കേട്ടിട്ടുണ്ട്. പറയാനൊക്കെ എളുപ്പമാണ്, എങ്കിൽ പോലും നമുക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന എനർജി. താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.